എയർ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് റാപ്പിഡോ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് യൂബറും കൂടെ ഓൺ ആക്കാം. ഇന്ന് സമയം 5:05 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാ സംഭവം ആണല്ലേ, റെന്റിൽ മാത്രം നമ്മൾ ഓൺ ആക്കിയിട്ടില്ല, അത് വേണ്ട. ഓക്കെ, യൂബറിന് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കുണ്ടന്നൂർ പോയി കിടക്കാം. ഇപ്പൊ സമയം 5:05 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ വീഡിയോയിലിട്ട് പോവാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയേക്കാണ് കേട്ടോ. ഇത് അടിച്ചപ്പോ രണ്ടും കൂടെ ഒന്നിച്ചടിക്കും. ഏതായാലും നമുക്ക് യൂബറിൽ ട്രിപ്പ് വന്നിട്ടുണ്ട്, നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കാനറ ബാങ്ക് മരട്. ഓക്കെ, അത് പോയി എടുക്കാം. എറണാകുളത്തേക്കാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മള് സൗത്ത് KSRTC അവിടെയാണ് കേട്ടോ. നമുക്ക് ആ ട്രിപ്പ് അങ്ങോട്ടേക്കായിരുന്നു. അവിടെ കൊണ്ട് ആളെ ഇറക്കി. അപ്പൊ നമുക്ക് അതിൽ കിട്ടിയത് 168 രൂപയാണ് കേട്ടോ. 168 രൂപ. എട്ട് 8.25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 180 രൂപ ക്യാഷ് കളക്ഷനും 168 രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ചെറിയ തോതിൽ മഴ പൊടിയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒന്ന് പോയി ഒരു ചായ കുടിക്കായിരുന്നു. അതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ കിടന്നാല് അഴിക്കാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഈ സൈഡ് നിറച്ച് വണ്ടിയായിരുന്നു. അപ്പോഴത്തേണ്ടത് അവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരെണ്ണം കിടപ്പുണ്ട്. വേണ്ട, ഇതൊക്കെ നൈറ്റ് ഓടുന്ന ആള് നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് അടിക്കാൻ നോക്കാം. അതെ, വേറൊരു വണ്ടി അവിടെ വന്നിട്ടുണ്ട് കണ്ട. നമ്മുടെയൊക്കെ വണ്ടി പറഞ്ഞ അവിടെ വന്നിട്ടുണ്ട്. ആ കടപ്പ് പേര് ചായ കുടിക്കാം. ഓക്കെ, നമുക്ക് ട്രിപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ. ആകെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. 5 മണിക്ക് 5 മണിക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, വെറുതെ ഇറങ്ങാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ട്രിപ്പ് അടിക്കണ്ടേ, വെറുതെ നമ്മുടെ ഉറക്കം കളഞ്ഞ് ഇറങ്ങാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ട്രിപ്പ് വന്നു കേട്ടോ. നെട്ടൂർക്കാണ് കേട്ടോ. ഇങ്ങനെ കൺഫേം ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എന്ത് സുഖം. അതേ അടുത്ത അടിക്കുന്നത് എയർപോർട്ട്, അത് പോയി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പോയി എടുക്കാം. മരടിലേക്കാണ് കേട്ടോ, നെട്ടൂര്. നമ്മള് KSRTC അവിടെ കിടക്കായിരുന്നു. അവിടെ കിടന്നിട്ട് ട്രിപ്പ് അടിക്കാത്തോണ്ട് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു കേട്ടോ. നമ്മള് പനമ്പള്ളിയാറി കൊണ്ടുപോയിടാന്നും പറഞ്ഞായിരുന്നു. ഏതായാലും നമുക്ക് ഇവിടുത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഇങ്ങനെ അടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ സുഖമാണ്. ഈ എവിടെയെങ്കിലും കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കിടപ്പാവോട് കിടപ്പായി. അങ്ങനെ നമുക്ക് പോയി എടുക്കാട്ടാ. ഓക്കെ, നമ്മുടെ കസ്റ്റമറാണ് കേട്ടാ പോണേ. ആ ഗേറ്റിനകത്തോട്ട്
അതായത് നമ്മളിപ്പോ നെട്ടൂരാണ്. ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അതിൽ നമുക്ക് ലഭിച്ചത് 186 രൂപയാണ് കേട്ടോ. അപ്പൊ നമുക്ക് 2 മാച്ച് അടിച്ചു, പക്ഷെ 2 കിട്ടിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടാ. റോഡ് പോലും കാണാൻ മേലാത്ത പോലെ മഴയായിരുന്നു. നമുക്ക് ഇവിടെ എവിടെ ഇത്തിരി മാറ്റി ഇടാം കേട്ടോ. ഇവിടുന്ന് അടിച്ചായിരുന്നു 2 തവണ രജിസ്ട്രേഷൻ അടിച്ചു. എന്നാ അത് കൺഫേം ആയിട്ട് അടിക്കാനുള്ളത്. വെറുതെ ആളെ കളിയാക്കാൻ രാവിലെ ചാടി വെക്കുക. അതിലിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടാ. നമുക്ക് നോക്കാം, ട്രിപ്പ് വരും. കേസ് അങ്ങനെ നമുക്ക് 3ാമത്തെ ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഇത് റിയാൽ DD ഹൈലൈറ്റിംഗ് ആണ് കേട്ടാ. സൗത്തിലേക്കാണ്. ഓക്കെ, പോയി എടുക്കാം. രണ്ട് മൂന്ന് മാച്ച് വന്നു, പക്ഷെ അതൊന്നും അടിച്ചിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് പിന്നെ കൺഫേം കിട്ടി. ഓക്കെ, നമുക്ക് പോയി എടുക്കാം. ഓക്കെ, നമ്മളിത് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കപ്പോ ആളെ പിക്ക് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കേസാപ്പുള്ളി വന്നിട്ടില്ല കേട്ടോ. ഇതുകൊണ്ടാ നമുക്കിപ്പോ 7 മിനിറ്റ് ആയി. ഇതൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണങ്ങൾ അറിയിക്കോളും. കണ്ടാ, ഇപ്പൊ 8 മിനിറ്റ് ആയി. നമ്മളോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. മെസ്സേജ് കാണിക്കാം. ഇത് കണ്ടോ, 5 മിനിറ്റ് വെയിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇത് 5 മിനിറ്റ് ആണോ? 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 9 മിനിറ്റ് ആകാൻ പോകുന്നു. എന്ത് കഷ്ടമാണെന്ന് നോക്കണം. ഇതൊക്കെ റെഡി ആയിട്ട് ബുക്ക് ചെയ്താൽ പോരെ. ഓക്കെ ഇൻ ലിഫ്റ്റ് പോന്നിട്ടുണ്ടെന്ന്, ലിഫ്റ്റിലാന്നാന്ന് തോന്നുന്നു. ഓരോന്നൊക്കെ രാവിലെ കെട്ടിയെഴുന്ന് ചളങ്ങും. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വരുന്നുണ്ടെന്ന് പറയുന്നത്. കുറ്റമൊക്കെ കാരണം നമുക്ക് ചിലപ്പോ ഈ 5 മിനിറ്റ് മാറി അടുത്ത ട്രിപ്പ് നല്ല ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല എപ്പോഴാണെങ്കിൽ നല്ല ട്രിപ്പ് വീഴുക. ഇതിവിടെ വന്നിട്ട് ഏതാണ്ട് 180 രൂപ 170 രൂപ എങ്ങാണ്ടാണ് കാണിച്ചതെന്ന് തോന്നുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ഈ 10 മിനിറ്റ് വെയിറ്റിംഗ് കിടക്കുന്നത്. വന്ന് ചാടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പൊ സൗത്തിലാണ് കേട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോ ഇവിടെ കൊണ്ട് ആളെ ഇറക്കി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമുക്ക് CNG കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് വമ്പൻ നഷ്ടമായിപ്പോയി. അതുകൊണ്ട് നമ്മളിപ്പം നേരെ ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നേരെ മറൈൻ ഡ്രൈവ് CNG പമ്പിലോട്ട് പോവാം. അവിടെ പോയി CNG ആദ്യം അടിച്ച് ഫില്ലാക്കാം. രാവിലെയൊക്കെ ചെന്നാൽ ചിലപ്പോൾ വലിയ തിരക്കില്ലാണ്ട് കിട്ടും. ഓക്കെ,
ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ വെയിറ്റ് ചെയ്താൽ എന്നാണേലും ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ ട്രിപ്പ് അടിച്ച് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. അങ്ങനെ ഈ കഴിഞ്ഞ ട്രിപ്പില് നമുക്ക് 203 രൂപയാണ് കേട്ടോ ലഭിച്ചത്. 227 രൂപ ക്യാഷ് കളക്റ്റഡ്. 203 രൂപ നമുക്ക് ലഭിച്ചു. ഒന്നാമത്തെ ഈ റോട്ടിൽ വീതി കുറവാണ്. എന്നാ ഇതിനകത്ത് കൊണ്ട് ഇടാതിരിക്കണ്ടേ? അത് ചെയ്യല്ല, ആ സൈഡിൽ കൊണ്ടിട്ടേക്കും. നേരം വെളുത്താലെങ്കിലും എടുത്ത് മാറ്റണ്ടേ? നമ്മള് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടാ. ആദ്യം നമുക്ക് CNG ഫില്ല് ചെയ്തിട്ട് ചായ കുടിക്കാം. ഇവിടെ നിക്കുന്നില്ല, നമ്മള് പതുക്കെ അങ്ങോട്ട് നീങ്ങുകയാണ്. ഇനി എല്ലാം അടിക്കുകയാണെങ്കിൽ എടുക്കാം. CNG അല്ലേ പിന്നെ ഇവിടെ വരെ വന്നത് വെറുതെ. CNG ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഭാഗ്യം. വണ്ടിയൊന്നും ഇല്ല കേട്ടാ. ഇപ്പഴടിച്ച് ഫില്ല് ചെയ്തില്ലേ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ സാധനം ഉണ്ടാവുകയില്ല. ആകെ അൽക്കുത്താവും. ഓക്കെ, ഏതായാലും നമുക്ക് CNG അടിച്ചിട്ട് കാണാം. ഓക്കെ, അങ്ങനെ CNG അടിച്ചു കേട്ടാ. വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ലോഡ് വന്നേ ഉണ്ടായിരുന്നു കേട്ടാ. നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഇടിച്ചു കുത്തി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം 8ന്റെ പണിയായി പോയി ചേച്ചെന്ന് പറഞ്ഞു. 1200 രൂപയോളം ഇന്ധനം അടിച്ച് തന്നെ പോയി. ഇവിടെ വന്നിട്ട് ഇല്ലാത്തതുകൊണ്ട് 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അതിടയ്ക്ക് തീർന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 300 രൂപയ്ക്ക് അടിക്കേണ്ട വന്നു. അപ്പൊ ഏതായാലും പകുതിയേ ഉള്ളൂ. അപ്പൊ എന്നാ നേരത്തെ വന്ന് അടിച്ചേക്കാന്ന് ഓർത്ത് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ലോഡ് വന്നതേ ഉള്ളൂ. നല്ല പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. സംഭവം ടപ്പേന്ന് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ CNG അടിച്ച് ഇറങ്ങി വണ്ടി ഒന്ന് ഓടി താങ്ങുമ്പോൾ തന്നെ ഒരു ഘട്ട താഴെക്കും. ഇതിപ്പോ ഫുള്ള് അടിച്ച് നിൽപ്പുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. എന്നാലും നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് നമുക്ക് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടാ. ട്രിപ്പ് അടിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ചായ കുടിക്കാം. അപ്പൊ നമ്മള് കണ്ടിന്യൂസ് 3 മണി വരെ ഇരിക്കുന്നില്ല. നമ്മളൊരു 1 മണി 2 മണിയോട് കൂടി നമ്മൾ നിർത്തും കേട്ടോ. കാരണം റെസ്റ്റ് വേണമല്ലോ. അപ്പൊ ഇന്ന് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങിയാല് ഒരു 1 മണി 1:30 വരെ ഇരിക്കാം വെളുപ്പിന്. ശനിയാഴ്ച ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അതിന് പോകണം. അതുകൊണ്ട് ഇന്ന് നൈറ്റ് പിടിക്കും. നൈറ്റ് പിടിക്കണമെന്നും പറഞ്ഞാ ഇരിക്കണം കേട്ടാ. ബാക്കിയൊക്കെ എങ്ങനെയാന്ന് അറിയില്ല, നോക്കാം. ഇവിടെ ഒതുക്കാം. കഴിക്കാൻ ടൈം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. രാവിലെ തന്നെ ആ പണി അങ്ങ് തീർത്തേക്കാം. വെളുപ്പിനെ ഇറങ്ങിയാണ്ട് നല്ല വിശപ്പ്. ഓക്കെ കേസ്, നമുക്കൊരു പിക്കപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ട്രാവൻകൂർ കോട്ട് എന്നും പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു ഗിരീഷാണ്. എനിക്ക് തോന്നുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അയ്യപ്പൻകാവെന്നും പറഞ്ഞൊക്കെയാ വന്നത്.
ഓക്കെ. അത് മറ്റേ ട്രാവൻകൂർ കോർട്ട് ഹോട്ടലാണ് കേട്ടോ. മറ്റേ മോഹൻലാലിന്റെ ഹോട്ടലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എടുക്കാം. ആശീർവാദ് ട്രാവൻകൂർ കോർട്ട്. ആശീർവാദ് മോഹൻലാലിന്റെ സിനിമ ഡയറക്ഷൻ കമ്പനിയാണല്ലോ. ഇവിടെ ലാലേട്ടന്റെ ഹോട്ടലിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ട്രാവൻകൂർ കോർട്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഏതായാലും നമുക്ക് ആളെ പിക്ക് ചെയ്യാം. ദിവസം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. ആ ട്രിപ്പ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. അയ്യപ്പൻകാവെന്നും പറഞ്ഞാൽ വന്നത്, പക്ഷേ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ആളെ ഇറക്കി. നമുക്ക് 108 രൂപയാണ് കേട്ടോ ലഭിച്ചത്. ക്യാഷ് കളക്റ്റഡ് 160, 108 രൂപ നമുക്ക് ലഭിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. പിന്നെ നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ചാവടിക്കാൻ നിർത്തണ്ട. നമുക്ക് ട്രിപ്പൊന്നും വരാത്തോണ്ട് ഇത് വെയിറ്റ് ചെയ്യാണ്. ഒരു 10 മിനിറ്റ് വരെ നോക്കാം. ഇനിയൊന്നും വരുന്നില്ലേ നമുക്ക് നേരെ എടുത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവാം. ഈ സമയത്തൊക്കെ ഒരുപാട് വണ്ടിയുണ്ട്. ഒരുപാട് വണ്ടി ഇവിടെ. ഇപ്പൊ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. നമുക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇടയാറാണ്. ഒരു സൗനെ. ഓക്കെ, ഏതായാലും പോയി എടുക്കാം. ആലുവയ്ക്കാണ്. ആലുവ ഇടയാറാണ്. 15 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇടയാറ് വന്നു കേട്ടാ. ആ ട്രിപ്പ് ഇടയാറൊക്കെ ആയിരുന്നു. 15 കിലോമീറ്റർ 250 രൂപ കാണിച്ചിട്ട് 266 രൂപ കിട്ടിയിരുന്നു കേട്ടാ. 2 തവണ 2 മാച്ച് ട്രിപ്പ് വന്നു പോയി. അത് അടിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, നമ്മളിപ്പോ ഇടയാറാണ്. അങ്ങനെ ഇതേ വരുന്നു. ഇതാണ് മാച്ച് ട്രിപ്പ്. ഓ, എന്തോ ഭാഗ്യം, അത് കിട്ടി. 3-ാം തവണയാണ് കേട്ടോ കിട്ടുന്നത്. 30 നിന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ തിരിഞ്ഞു പോണോന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്. ഈ ഷോർട്ട് കട്ട് പിടിച്ചാൽ 700 മീറ്റർ ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാം. 700 മീറ്റർ ഉള്ളു. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ വിളിച്ചിട്ടുണ്ട്. ആളിപ്പോ വരാന്ന് പറഞ്ഞു. ഒരു നിമ്മിയാണ് കേട്ടോ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതാ വീടെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഈ വീടാണോ ഇനി ആ വീടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഏതായാലും ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കാണ് കേട്ടോ. 7 കിലോമീറ്റർ 163 രൂപയാണ് കാണിച്ചത്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമുക്ക് 166 രൂപയാണ് കേട്ടോ ലഭിച്ചത്. അപ്പൊ നമ്മളിപ്പോൾ PWD ഗസ്റ്റ് ഹൗസിന് അവിടെയാണ്, എടപ്പള്ളി. അങ്ങോട്ടത്തേക്കായിരുന്നു. ആലുവയാന്നും പറഞ്ഞായിരുന്നു, പക്ഷെ ആലുവയല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് എങ്ങോട്ട് അടിക്കുന്ന അറിയത്തില്ല, നോക്കാട്ടാ. അങ്ങനെ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ട്രിപ്പ് വട്ടെ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. നമുക്ക് പെരുമാനൂര്, അതായത് രവിപുരമാണ് കേട്ടോ. മറ്റേ ഷിപ്പ് യാർഡിന്റെ ഒക്കെ ആ ഭാഗമാണ്. നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതായത് തൊട്ട് മുന്നാണ്. ഏടാകൂടം പിടിച്ച വഴിയാണ്. അതാണ് ഏറ്റവും വലുത്. രവിപുരത്തേക്ക് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരോട് പറയാം. നമുക്ക് ഇവിടുന്ന്
MG റോഡ് പിടിക്കാൻ പറ്റത്തില്ല, ഹൈവേ പിടിക്കാൻ പറ്റത്തില്ല. അവിടെ ഹൈവേയിൽ എന്തോ വർക്ക് നടക്കാണ്, മുട്ടം ബ്ലോക്കാണ് എടപ്പള്ളി ഭാഗത്ത്. അപ്പൊ നമുക്ക് പതുക്കെ ഇവിടുന്ന് പാലാരിവട്ടം ചെന്നിട്ട് പൈപ്പ് ലൈൻ റോഡ് വഴി കയറാം. ഓക്കെ, അല്ലാണ്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാ. ഇപ്പൊ ഏതായാലും ഈ ട്രിപ്പ് എടുക്കാം കേട്ടാ. ഏഴാകൂടം പിടിച്ച വഴിയാണ്. ഈ താഴത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് യൂട്ടേൺ തിരിയണം, റൈറ്റ് യൂട്ടേൺ തിരിഞ്ഞു, ഇനി ലെഫ്റ്റ് യൂട്ടേൺ തിരിയുക. ഒരു കുഞ്ഞിക്ക വഴിയാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ആളെ എടുക്കാൻ പോയി. നമ്മളേതായാലും ട്രിപ്പ് എടുത്തു. വണ്ടി എതിരെയൊന്നും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സുഖമാണ്. എതിരെ വന്നു കഴിഞ്ഞാൽ പണിയായി. ഓക്കെ, ഏതായാലും നമ്മള് ലൊക്കേഷനിൽ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞോട്ടെ. നമുക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ നെയ്പുരത്തോട്ട് പോകുമ്പോൾ, അങ്ങോട്ടത്തേക്കായിരുന്നു. അപ്പൊ നമ്മള് ഫുള്ള് അവിടുന്ന് പൈപ്പ് ലൈൻ റോഡ് വഴി പിടിച്ച് പാലാരിവട്ടത്ത് വന്ന് അവിടുന്ന് വീണ്ടും പൈപ്പ് ലൈൻ റോഡ് വഴി കയറി അങ്ങനെ കത്തിരിക്കടവിൽ വന്ന് അങ്ങനെയാണ് കോട്ട പോകുന്നത്. ഏതായാലും ബ്ലോക്കിനകത്ത് പെട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ നമുക്ക് മറൈൻ ഡ്രൈവിന്റെ അവിടെ പോയി കിടക്കാം. ആ ട്രിപ്പിൽ നമുക്ക് 252 രൂപയാണ് കേട്ടോ കിട്ടിയത്. 252 രൂപയാണ് കിട്ടിയത്. 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 370 ക്യാഷ് കളക്റ്റഡും 252 രൂപ നമുക്ക് ലഭിച്ചു. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് എവിടെ നിന്ന് എങ്ങനെ അടിക്കുമെന്ന് അറിയില്ല, വെയിറ്റിങ്ങിലാണ്. നമുക്ക് റാപ്പിഡോ നമ്മുടെ ഓഫാണ് കേട്ടാ, വേറെ ഒന്നുമല്ല. അങ്ങോട്ട് ട്രിപ്പ് അടിച്ച് പൊക്കോണ്ടിരുന്നപ്പോ ചുമ്മാ കിടന്ന് അടിക്കുകയായിരുന്നു. ഇപ്പോൾ ട്രിപ്പിലാണെങ്കിൽ കുണുകുണാന്നും പറഞ്ഞടിക്കും. എന്നാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ അടിക്കുകയില്ല. ഓക്കെ, നമ്മളത് ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. സമയം 11:30 ആയിട്ടുണ്ട്. ഒരു കാലിച്ചായ അടിക്കാൻ രാവിലെ മുതൽ കാലിച്ചായ അടിക്കാൻ നടക്കുക. ഇവര് കാലിച്ചായ അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആ പുഴയുടെ സൈഡിൽ കൊണ്ടിട്ടിട്ട് ഒരു ചായ കുടിക്കാം. 1:30 വരെ പിടിച്ചേക്കണ്ടേ. ഇവിടുന്ന് നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് മാറിക്കിടക്കാം. എങ്ങോട്ട് പോണം? നമുക്ക് പനമ്പള്ളിനാറ ഏരിയയിലോട്ട് തന്നെ പോകാം കേട്ടാ. പോകുന്ന വഴി അങ്ങനെ നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമ്മള് പനമ്പള്ളിനാറിൽ തന്നെയാണ്. ഇപ്പൊ കഞ്ഞി കുടിച്ചു. വെറുതെ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല, ഉറക്കം വരുന്നു. നമ്മള് 4:30 എഴുന്നേറ്റാണല്ലോ. 5 മണിക്ക് ഇറങ്ങി. 4:30 എഴുന്നേറ്റാലും 5 മണിക്ക് പോയിച്ചടക്കുള്ളൂ. അപ്പൊ ഏതായാലും നമുക്ക് ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം എന്നിട്ട് ഇനി വൈകിട്ട് ഇറങ്ങാം. എന്തായാലും ഓട്ടോ ഇല്ല, വെറുതെ ഇങ്ങനെ വെയിലും കൊണ്ട് കിടക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് 8 മണിയാകുമ്പോ ഇറങ്ങാം. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 7:50 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ 1 മണി 1:30 വരെയൊക്കെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. യൂബർ ഓൺ ആക്കാം.
യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺലൈന് വെളുപ്പിന് 4 മണിക്കൊരു റിസർവേഷൻ ഉണ്ട്. അതെങ്ങോട്ടാന്ന് നോക്കട്ടെ. അത് പോയാ 4 മണിക്കാണ്. കുമ്പളത്തുനിന്ന് വൈറ്റിലക്ക് 21 മണി എന്ന് പറയുമ്പോൾ 21 മണി എപ്പോഴാണ്? 4 മണിയാകുമ്പോൾ 16 11 മണിക്ക്, രാത്രി 11 മണിക്ക് വൈറ്റിലേക്ക് റിസർവേഷൻ ഇട്ടേക്കുന്നത്. ഓക്കെ, ഏതായാലും അതൊന്നും വേണ്ട, നമുക്ക് ട്രിപ്പ് പോട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുവരെ നമ്മൾ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മോശം ട്രിപ്പ്, ഒരു രക്ഷയില്ലാത്ത. 5 മണിക്ക്, രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ടാണ് നോക്കാം. ഉച്ചക്ക് നിർത്തിയിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങി. കാരണം ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് നീറുന്ന മാതിരി കയറി കടന്ന് കൊണ്ടിന്റെ ഒരു പാലത്തിനടിയിലോട്ട് കൊണ്ടിട്ട് പെരുമഴയും സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. 5 മണി വരെ അവിടെ കിടന്നുറങ്ങി. എന്നിട്ട് വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നാളെ ഇപ്പോൾ ഇല്ല, നാളെ ശനിയാഴ്ച, നാളെ ഓടുന്നില്ല, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട്, അതുകൊണ്ട് നാളെ ഇല്ല. അപ്പോൾ ഇന്ന് മാക്സിമം 1 മണി 1:30 വരെയൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഉറങ്ങിയോണ്ട് ട്രിപ്പ്, അതെ, വാഴക്കാല കിട്ടുമോയെന്നറിയില്ല കേട്ടോ. മാച്ച് ട്രിപ്പാണ്. വാഴക്കാലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് മെഡോസ് ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലും പെട്ട ഫ്ലാറ്റാണ് കേട്ടോ. ട്രാക്ക് ആൻഡ് ട്രയൽ. ഓക്കെ, നമുക്ക് പോയി എടുക്കാം. അത് മൾട്ടിപ്പിൾ സ്റ്റോപ്പാന്ന് തോന്നുന്നു. കാരണം പോയിട്ട് തിരിച്ചു വരാനുള്ള ട്രിപ്പാണ് അത്. ഏതായാലും നമുക്ക് എടുക്കാട്ടോ. പാലാരിവട്ടം പോയിട്ട് തിരിച്ചു വരണം. ആദ്യം 200 ചില്ലാൻ രൂപ കാണിച്ചു. ഇവരെന്താണ് കാണിക്കുന്നത്? വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തു. ആദ്യം ഒരു അപ്ഡേഷൻ ബുക്ക് ചെയ്തപ്പോൾ 287 277 അങ്ങനെയാണ്ട് കാണിച്ചു. ട്രിപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു. അന്നപ്പോ അത് 408 അപ്പം മൾട്ടിപ്പിൾ സ്റ്റോപ്പായിട്ട് വന്നു. കാരണം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തു, 289. ഇവരെവിടെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ഏതായാലും എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും ചെന്ന് ചാടി കൊടുക്കാം. നോക്കട്ടെ. അങ്ങനെ നമുക്ക് ട്രിപ്പ് കിട്ടി കേട്ടോ. ട്രിപ്പ് കിട്ടി. ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഒരു സിനിമ നടിയായിരുന്നു കേട്ടോ. അതിന്റെ പേര് തന്നെ വീണ നായർ. അതന്നെ, വീണ നായർ. മറ്റേ വെള്ളിമൂങ്ങയിലെ പാഷാൺ ഷാജിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പെണ്ണില്ലേ. ഒക്കെ ആ പുള്ളിക്കാരത്തി ആയിരുന്നു. പുള്ളിക്കാരത്തിനെ കൊണ്ട് കാക്കനാട് ആക്കി കഴിഞ്ഞാൽ അപ്പൊ അവിടെ തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് 4 പോയിന്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടായിരുന്നു. അവിടെ വന്നപ്പോ അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ താഴെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ അവിടുന്ന് അടുത്ത പിക്കപ്പ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. കണ്ടിന്യൂസ് ട്രിപ്പ് അടിക്കാം. 3 ട്രിപ്പ് കിട്ടി. 3 അഡ്വാൻസ് അടിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, നമ്മളെ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചേട്ടാ. പാലാരിവട്ടത്തോട്ടാണ്. ഇതിനു മുന്നേ 2-3 ട്രിപ്പ് അടിച്ചായിരുന്നു. പക്ഷെങ്കിൽ ഈ ട്രിപ്പ് കഴിയാനായിട്ട് സമയം എടുത്തു.
അപ്പൊ അവരൊക്കെ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു ബുക്ക് ചെയ്തത്. ഒരെണ്ണം സൗത്ത് വന്നു, ഒരു നോർത്ത് വന്നു, എല്ലാം അവര് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്താണ് ഇപ്പൊ ഏതായാലും പാലാരിവട്ടത്തോട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പൊ 1.5 കിലോമീറ്റർ അപ്പുറമാണ്. ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടാ. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹോട്ടല് ഏതായാലും നമുക്ക് ചെല്ലാം. ഓക്കെ കേസ് അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇൻഫോ പാർക്കിനുള്ളത് പാലാരിവട്ടത്തോട്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ട്രിപ്പ് വന്നായിരുന്നു എത്താണ്, അത് ക്യാൻസൽ ആയിപ്പോയി. 1-2 ട്രിപ്പ് ക്യാൻസൽ ആയിപ്പോയി. കാരണം നമ്മള് എത്താൻ ലേറ്റ് ആവും. കാരണം ഓൾറെഡി നമ്മള് ട്രിപ്പിൽ ഇരിക്കുക അടുത്ത ട്രിപ്പ് അടിച്ചോണ്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ ട്രിപ്പിൽ നമുക്ക് 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 5.94 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 150 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അതിന് മുന്നിലത്തേന് 117 രൂപ ക്യാഷ് കളക്ടഡും 97 രൂപ ക്യാഷ് കളക്ടഡും 117 രൂപ നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് തൃക്കാക്കര വാഴക്കാലെന്ന് ഇൻഫോ പാർക്കിലേക്കാണ് കേട്ടോ. അത് 128 രൂപ ലഭിച്ചു. ഇതാണ് നമുക്ക് മരടിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് കേട്ടോ. 400 രൂപ ക്യാഷ് കളക്ടഡ്, നമുക്ക് കിട്ടിയ 275 രൂപയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മള് 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ നമ്മള് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഏതായാലും എനിക്ക് തോന്നുന്നു പകലേക്കായാലും ഓട്ടം നൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അടിച്ചപ്പോ പടപടയെന്ന് 3-4 ട്രിപ്പ് ഒന്നിച്ചടിച്ചു. ഓക്കെ, ഒരു പ്രിൻസ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, പോയി എടുക്കാം. കേസ് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ. കളമശ്ശേരിക്കാണ്, HMT കളമശ്ശേരിക്കാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ആളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലം മറ്റേ ട്രിനിറ്റി വേൾഡിലാണ് കേട്ടോ. നമുക്ക് പാലാരിവട്ടത്ത് നിന്ന് കിട്ടിയ ട്രിപ്പ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഇവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. നമുക്ക് കാക്കനാടിന്ന് HMT എന്ന് പറഞ്ഞ വന്ന് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജിൽ വന്ന ആളിറങ്ങി അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച് കത്തിരിക്കടവിനാണ് കേട്ടോ അടിച്ചേക്കുന്നത്. എറണാകുളത്തേക്കാണ്. ഓക്കെ, നമുക്കത് എടുക്കാൻ പോകാം. ഇവിടെ നിന്നൊരു 1:20 ഉണ്ട് കേട്ടോ. 1.200 മീറ്റർ ഉണ്ട്. നമുക്ക് പോയി എടുക്കാം. HMT കോളനി എന്നും പറഞ്ഞാ വന്നേക്കുന്ന കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് പോയി എടുക്കാം. പൊരിഞ്ഞടിയാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നൈറ്റ് മാത്രം ഓടിയാ മതി എന്ന് തോന്നുന്നു. പകലൊരു രക്ഷയില്ലാത്ത ഭയങ്കര ലാഗ് അടിച്ച് കൊല്ലുവാണ്. നൈറ്റ് പിന്നെ വണ്ടി കുറവായോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിന്യൂസ് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഇല്ലെങ്ങാണ്ടൊരു വഴിയുണ്ട്, ഈ വഴിയാന്ന് തോന്നുന്നു. പുലിയെല്ലാം കാണുമോ? കാടെന്ന് പറഞ്ഞോ, കാട് പിടിച്ച് വനം പിടിച്ച് കിടക്കാണ്. അത് പട്ടിയ. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടാ പുലി കാണുമോന്ന്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വനത്തിലോട്ട് ഇറങ്ങിയ പോലെ ഒരു ഫീല് വന്നു. അതാ വെറുതെ ചോദിച്ച. ഓക്കെ, നമ്മള് ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 80 മീറ്റർ അപ്പുറം ഉണ്ട്. ആളിത് അവിടെ കൈ പൊക്കി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ആ ഡ്രോപ്പ് കഴിഞ്ഞ. ആ ഡ്രോപ്പിൽ നമുക്ക് ലഭിച്ചത് 221 രൂപയാണ് കേട്ടോ. മൊത്തം 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 12 കിലോമീറ്റർ 221 രൂപയാണ് കിട്ടിയത്. അങ്ങനെ ടോട്ടലി 14 ട്രിപ്പ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് 3 ഘട്ട CNG കൂടെ ഉണ്ട്. 3 ഘട്ട CNG കൂടെ ഉണ്ട്. 3 ഘട്ട CNG കൂടെ ഉണ്ട്. അപ്പൊ 2 ഘട്ടം കൂടെ തീർക്കാം. ഒരു ട്രിപ്പും കൂടെ എടുക്കാനുള്ള CNG ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ
ഇവിടെ ഇങ്ങ് CNG ഇല്ല. നമുക്ക് സമയം കഴിഞ്ഞ് 10 മണി വരെ ഉള്ളൂ. അപ്പൊ ഇനിയുള്ളത് വൈറ്റിലെ ഹബ്ബിൽ മാത്രമേ ഉള്ളൂ. വൈറ്റിലെ ഹബ്ബില് പിന്നെ കളമശ്ശേരി CNG ഹബ്ബില് അവിടെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് ഇനി എങ്ങോട്ടാണ് ഒരു ട്രിപ്പും കൂടെ എടുക്കും. എന്നിട്ട് നമുക്ക് നിർത്താം. നമ്മുടെ CNG തീർന്നു പോയി. അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പൊരിഞ്ഞ ഓട്ടം എന്ന് തന്നെ പറയാം. പകലത്തേൻ്റെ കേട് തീർത്തു. അങ്ങനെ 2591 രൂപ ഓടിയിട്ടുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ, ട്രിപ്പ് വരട്ടെ. ഓക്കെ, നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ ഇവിടെ വന്നിട്ടിപ്പോ ഒരു 60 മണിക്കൂറായി. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് കൂടെ എടുത്ത് നിർത്താന്ന് വിചാരിച്ചിരുന്നിട്ട് മാച്ച് ട്രിപ്പ് അടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് മാറ്റിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. തൃപ്പൂണിത്തറ വന്നു, ഫോർട്ട് കൊച്ചി വന്നു, തോപ്പുംപടി വന്നു, ഇവിടെ ആലുവ വന്നു. എവിടെ ഒരിടത്തും അടിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ നമ്മള് തോറ്റ് മടങ്ങാണ്. നമ്മള് തിരിച്ച് വയറ്റിലേക്ക് പോവാണ്. വയറ്റില കയറി CNG അടിച്ചിട്ട് പോകണം. കാരണം കുണ്ടന്നൂര് CNG ഇല്ല, മുപ്പാന്തി വരെ CNG ഇല്ല. പേട്ടേന്ന് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല. അവിടെ 7 മണി ആയാലേ ഉള്ളൂ. ഈ സമയത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പതുക്കെ വൈറ്റിലെ ഹബിലേക്ക് പോവാം. ഇവിടെ എന്തോ മരാമത്ത് പണി നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചോയ്സ് ഇതാണ്. വെള്ളം അടിച്ചിട്ട് കേറി വന്നേക്കാണ്. വെള്ളമല്ല, ഇങ്ങനെ അശ്രദ്ധയോടെ കേറി വന്നിട്ടാണ് എതിരെ വരുന്ന വണ്ടിക്ക് അടിയിൽ പോയി പണ്ടാറക്കാരനൊക്കെ ചാകാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പൊ നമ്മളിങ്ങ് പോകുന്ന നമ്മളെ പുറകെ വേറെ ഒരു വണ്ടിയുണ്ട്. അവനിച്ച സ്പീഡിലാണെങ്കിൽ എന്നാ ഇടിക്കും. രണ്ടിന്റെ കട്ടയം പടം മടങ്ങിയാനാണ്. ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ചാടിയേക്കാണ്. ഞാൻ കണ്ടു ഉമ്മാര് കയറി വരുന്ന, അതുകൊണ്ടാണ് എടാടാടാന്ന് വെച്ച്. ഓക്കെ, നമുക്ക് ആരെയും തിരുത്താൻ പറ്റത്തില്ല. സ്വയം തിരുത്തുക എന്നുള്ളതാണ് ബെറ്റർ. അല്ലാണ്ട് മറ്റുള്ളവരല്ല തിരുത്തണ്ടേ. അവനോ സൂക്ഷിച്ചാൽ അവനോന് കൊള്ളാം. ഇപ്പൊ ആ ധൃതി വെച്ച് പോയിട്ട് എന്ത് കാര്യം? ആരെങ്കിലും വെള്ളം ഇറങ്ങാൻ കിടപ്പുണ്ട് കാണാൻ? ഇല്ലല്ല. എന്തിനിങ്ങനെ ധൃതി വെക്കുന്നു? എല്ലാം ഇടിയോ തട്ടോ മുട്ടായോ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം പോയില്ലേ. ഇതൊന്നും വല്ല ബോധം ഉണ്ടെങ്കിൽ മുട്ടിക്കഴിഞ്ഞാലോ അവന്റെയും കഞ്ഞൂടി പൊട്ടി. മുട്ടുന്നവന്റെയും കഞ്ഞൂടി പൊട്ടും, മുട്ടിക്കുന്നവന്റെയും കഞ്ഞൂടി പൊട്ടും. ഏതായാലും നമ്മുടെ ടൈം ഈ 14 മണിക്കൂർ ഒന്ന് ഓടി തീർക്കാൻ പറ്റുമെന്നാണ്. ഇനിയും കിടക്കുവാണ് 6.5 മണിക്കൂർ. ഞാൻ ഓടിയിട്ട് എനിക്ക് 14 മണിക്കൂർ ഓടിത്തീരുന്നില്ല. ഓക്കെ, ആ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉച്ചയ്ക്ക് നിർത്തിയായിരുന്നു. കാരണം രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. 5 മണിക്ക് ഓൺലൈനിൽ കയറണമെങ്കിൽ നമ്മളൊരു 4:30 മണിക്കെങ്കിലും ഇറങ്ങണം. 4:30 മണിക്ക് ഉറക്കം എഴുന്നേറ്റാല് നമുക്ക് 5 മണിക്ക് ഓൺലൈനിൽ വരാൻ പറ്റുള്ളൂ. 5 മണി 5:15 ആവുമ്പോൾ ഓൺലൈനിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് ദിവസമായിട്ട് ഈ കറക്റ്റ് ആ ഒരു ടൈമിന് വരുന്നത് നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല. അവ ഏതായാലും ഉച്ചക്ക് വെറുതെ വെയിൽ കൊണ്ട് കിടക്കാണ്, ട്രിപ്പില്ല. എന്നാ പിന്നെ കയറി പോയേക്കാന്ന് ഓർത്തന്റെ കയറി പോയിട്ടാണ്. ഇതുണ്ടോ, ഇതിലൊന്നും തിരിയാൻ പാടില്ല എന്ന് അവിടെ വെണ്ടയ്ക്ക കഷണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കുന്നൊന്നുമില്ല, വെറുതെ കയറി അങ്ങ് പോയേക്ക. അപ്പൊ ഓട്ടം ഇല്ലാത്തോണ്ട് കയറി പോന്നതാണ് കേട്ടോ. കയറി പോകുമ്പോ ഒറ്റ ഉറക്കം ഉറങ്ങിയിട്ട് 5 മണി വരെ കിടന്നുറങ്ങി. എന്നിട്ടാണ് ഇറങ്ങിയത്. ഏതായാലും കുഴപ്പമില്ല.
2590 രൂപ. 14 ട്രിപ്പ് എടുത്തു. കൊള്ളാം. വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിച്ചു. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഞായറാഴ്ച ഇല്ല, നാളെ ഇല്ല, നമുക്ക് തിങ്കളാഴ്ച ഇടാം. ഓക്കെ, ഞായറാഴ്ച മാച്ച് ട്രിപ്പ് എന്താന്ന് വെച്ചാൽ ഇടാം. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ ബൈ.